ഇട്ടിട്ട് ഒരു അയിലക്കറി ഉണ്ടാക്കിയാലോ? പുളിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മാങ്ങ ഇട്ടുള്ളത് ഉണ്ടാക്കാൻ. നല്ല പുളിയുണ്ട് മാങ്ങ. ശരി. അപ്പൊ ഇന്ന് അയിലക്കറി വെക്കാനായിട്ട് സവാള, തക്കാളി, കുറച്ച് മാങ്ങ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീൻകറി ഉണ്ടാക്കേ. അപ്പൊ ഞങ്ങളിന്ന് മീൻകറി വെക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് മീൻകറി ഉണ്ടാക്കുന്നത് ബീനയാണ്. ബീനയുടെ സ്പെഷ്യൽ മീൻകറിയാണ്. നമുക്ക് കാണാം, നോക്കാം. ചെറിയ കഷ്ണാക്കിയിട്ടാണോ ഇടുന്നത്? ചെറിയ കഷ്ണാക്കിയിട്ടോ? തല കളയത്തില്ലായോ? ഇല്ല, തല എന്തിനാ കളയുന്നത്? അയിലയുടെ നല്ല തല. അപ്പൊ മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായി കറിയൊക്കെ? ചട്ടി ചൂടാകാൻ വെച്ചേക്കുന്നു. ചട്ടി ചൂടായിട്ട് അത് നമ്മൾ വെളിച്ചെണ്ണ വെക്കും. എന്നിട്ട് നമുക്ക് കടുക്. അപ്പൊ നമ്മുടെ ബീന ഇന്ന് അടിപൊളിയായിട്ടൊരു മാങ്ങയൊക്കെ ഇട്ട് ഒരു അയിലക്കറി ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇപ്പം ചട്ടി ചൂടാകാൻ വെച്ചേക്കാണ്. എണ്ണ ഒഴിക്കണം. അപ്പോൾ ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു. ഇനി ആദ്യമായി ഉലുവയാണ് ആദ്യം വളരെ കുറച്ച് കേട്ടോ, അങ്ങനെ കുറച്ച് ഇടാവും. ഇനി കടുകൊക്കെ പൊട്ടി ഇതിന് സവോള നമുക്ക് കുറച്ച് തക്കാളി ഈ മുളക് എല്ലാം ഇടുന്നുണ്ട്. ഇഞ്ചിയൊക്കെ ഇടുന്നുണ്ടോ? സവോള ഇട്ടില്ല. സവോള കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി മുളക് കറിയല്ലേ? കുറച്ച് ഉപ്പ് ഇടുകയാണെ, കാരണം ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിട്ട് ഉപ്പ് അപ്പൊ മീൻകറി എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താകുമെന്ന് നമുക്ക് നോക്കാം. എല്ലാം നല്ലതുപോലെ ഞാൻ വഴറ്റിയെടുത്തു, കാരണം എല്ലാം കിട്ടും. ഇനി എന്ന് പറയുന്നത് മസാല, മഞ്ഞൾപ്പൊടി. ഇനി മസാല കൂട്ടാം. ആദ്യം മഞ്ഞൾപ്പൊടി. മഞ്ഞൾ ഒരു കുറച്ചിട്ടാണ്. മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ചിട്ടാണ്. മറ്റേ പിഴിപുളിയാണോ ഉപയോഗിക്കുന്നത്? മറ്റേ എരിപുളി വടക്കംപൊടി. വടക്കംപുളി ഇടത്തില്ലേ? കുടംപുളി ഇടത്തില്ലേ? വെള്ളം ഒഴിക്കണം. നല്ലതുപോലെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് വെള്ളം നല്ലവണ്ണം തിളയ്ക്കണം. തിളച്ചിട്ട് മാത്രമേ ഇനി മീനിടാണ്. മീൻകറി റെഡി ആയിട്ടുണ്ട്. കൊള്ളാം, കഴിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ബീനയുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.